സ്വാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു 100-ാം വാർഷിക സമ്മേളനത്തിലെ ഏറ്റവും മുഖ്യപ്രഭാഷകൻ. അങ്ങനെ മനസ്സിലാക്കണം, മുഖ്യപ്രഭാഷകൻ തങ്ങളാണ്. തങ്ങൾ ഇന്നലെ ആലിമീങ്ങൾക്ക് മുഴുവനും ഒരു മാർഗരേഖ തന്നെ 100-ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സയ്യിദ് അവറുകൾക്ക് നമ്മുടെ എല്ലാ അഭിനന്ദനങ്ങളും അതിൻ്റെ പേരിൽ പ്രത്യേകം അറിയിക്കുകയാണ്. ഉലമാ നീങ്ങേണ്ട രീതി, മുൻകാല ഇമാമിങ്ങൾ ജീവിച്ച വഴി, ആ വഴി എന്താണ് എന്ന് നമ്മൾ 2013 മുതൽ നമ്മുടെ വേദികളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി മുഖ്യപ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ പറഞ്ഞു. എല്ലാവരും കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് ചില ഭാഗങ്ങൾ ഞാനത് കേൾപ്പിക്കുകയാണ്. കാരണം ഇവിടെ ഈ AP സമസ്ത നശിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ് ഏത്? മശായിഖ് വേണ്ട, കുറച്ച് കിതാബ് ഓതിയാൽ ആ കിതാബ് മതി, പിന്നെ ഔലിയാക്കന്മാർ വേണ്ട എന്ന വാദം. ശംസുൽ ഉലമ നേരിട്ട് ഇടപെട്ടു ഇന്നലെ കുണിയയിൽ. ശംസുൽ ഉലമ സ്റ്റേജിൽ തന്നെ ഇടപെട്ടു. ശംസുൽ ഉലമയുടെ കറാമത്ത് തന്നെ തങ്ങളവറുകളുടെ പ്രസംഗത്തിലൂടെ വെളിവായി. ചിലര് അമ്മക്കൊക്കെ തെറി പറയുന്നുണ്ട്, ഞമ്മക്കതിൽ എന്ത് പങ്കാള്? സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസംഗിച്ചതല്ലേ, വിഷയം കൃത്യമല്ലേ? ഞങ്ങളിവിടെ പറയുന്നതാണ്. ഇവിടെ ഒരു ത്വരീഖത്ത് കളിയോ ശൈഖ് കളിയോ ഒന്നുമില്ല. ശംസുൽ ഉലമ പഠിപ്പിച്ചൊരാശയുണ്ട്. അതെന്താ? മശായിഖിനോട് ബന്ധം വേണം, ഏത് പണ്ഡിതനായാലും. അത് ശംസുൽ ഉലമ വെറുതെ പഠിപ്പിച്ചതല്ല. കണ്ടില്ല നിങ്ങൾ തൻവീറുൽ ഖുലൂബ് ബഹുമാനപ്പെട്ട അമീനുൽ ഖുറുദി തങ്ങൾ ഇമാം തീബിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ലാ യംബഗീ ലിൽ ആലിം വലൗ തബഹറ ഫിൽ ഇൽമി ഹത്താ സ്വറ വാഹിദ അഹ്ലി സമാനിഹി. ഒരു പണ്ഡിതൻ ഏക പണ്ഡിതനായി അക്കാലത്ത് മൂപ്പരെ പോലെ വേറൊരാളില്ല, അങ്ങനെ അവസ്ഥയിലെത്തി. എന്നാൽ തന്നെ മൂപ്പർക്ക് പറ്റൂല പഠിച്ചത് കൊണ്ട് മതിയാക്കാൻ പറ്റൂല. വഇന്നമൽ വാജിബു അലൈഹി, ആ പണ്ഡിതന് നിർബന്ധമാണ് അൽ ഇജ്തിമാഉ ബി അഹ്ലി ത്വരീഖ്, സൂഫിയാക്കളോടൊപ്പം ചേരൽ നിർബന്ധമാണ്. ലിയദുല്ലൂഹു അല ത്വരീഖിൽ മുസ്തഖീം, ആ സൂഫിയാക്കൾ അവൻ അറിയിച്ചു കൊടുക്കുമെന്ന് മുസ്തഖീമായ വഴി. ഇതാണ് ഇന്നലെ തങ്ങളവറുകൾ ആദ്യം പറഞ്ഞു. ഫിഖ് പഠിക്കുന്ന ആളുകൾ, കർമ്മശാസ്ത്രം പഠിക്കുന്ന ആളുകൾ, അവർ സൂഫിയാക്കളുമായി ബന്ധം സ്ഥാപിക്കണം. കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും. അതെല്ലാവരും പഠിച്ച് പ്രവർത്തിച്ചാലേ 100-ാം വാർഷികത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടവരാകുമെന്നാണ് അതിൻ്റെ ലാസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് തങ്ങളവറുകൾ പറയുന്നതിൻ്റെ ആദ്യ ഭാഗം കേട്ടോളൂ. കേൾക്കുവാൻ കഴിഞ്ഞു. തസവുഫും ഫിഖ്ഹും രണ്ടും ചേർന്ന്, രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലയ്ക്ക് ഫാഖിഹാണ്, അതോടൊപ്പം സൂഫിയാണ്. നമ്മുടെ പണ്ഡിത കേരളത്തിൽ നമുക്ക് നൽകിയ ശ്രേഷ്ഠ പണ്ഡിതന്മാരുടെ ജീവിതം അതായിരുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സാമൂതിരിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. വെറും ഫഖീഹായിട്ട് കാര്യമില്ല, വെറും കർമ്മശാസ്ത്രം അതല്ല നമ്മുടെ ചരിത്രം. എത്ര വലിയ കർമ്മശാസ്ത്രം പഠിച്ചവനായാലും സൂഫിയാക്കളോട്, സൂഫി മശായിഖന്മാരോട് ബന്ധം വേണം. ആ ചരിത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പറയാനുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണം. 100-ാം വാർഷിക മഹാസമ്മേളനത്തിലെ പല ഐക്യത്തിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞെന്ന് ഓരോരുത്തർ ചാനലിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ ഇനിയിപ്പോൾ ഒരു സമ്മേളനം നടക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ആൾ കൂടണമല്ലോ, അല്പം പ്രയാസമാണ് കേട്ടത്. അപ്പോൾ പിന്നെ ഐക്യം ചർച്ച ഒന്ന് ഉഷാറാക്കി നിർത്താമെന്നൊക്കെ താല്പര്യമുണ്ട്. അത്രേ അയ്യാതെയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഐക്യത്തിലേക്ക് വരാം, എല്ലാം റെഡിയാവും. നോക്കൂ നിങ്ങൾ. അപ്പം ഇത് ഇപ്പോൾ വലിയ വലിയ ഫിഖ് പഠിച്ച പണ്ഡിതന്മാരൊക്കെ സൂഫിയാക്കളോട് ബന്ധമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോ ഇമാമിങ്ങളെ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കൊണ്ടുവരികയാണ്. അതിലാദ്യം കൊണ്ടുവരുന്നത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇമാം അബൂ ഹനീഫ എത്ര വലിയ പണ്ഡിതനാണെന്നാണ് ചോദിക്കുന്നത്. ഏതെല്ലാം വിവരമുള്ള ആളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹനീഫ ഇമാം അക്കാലത്തെ സൂഫി മശായിഖിനോട് വലിയ ബന്ധം സ്ഥാപിച്ച ആളായിരുന്നു. ഇൽമു കൊണ്ട് മതിയാക്കിയിട്ടില്ല. ഏകാംഗ മശായിഖിന്റെ കാലം കഴിഞ്ഞു, ഇനി ഞങ്ങൾ മതി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഉദാഹരിക്കുന്നുണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ.
ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. പലരോടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം അദ്ദേഹം തങ്ങളയിലുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ്. അപ്പൊ അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രം മുഴുവൻ ആലിമീങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സയ്യിദുൽ ഉമ്മ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞോട്ടെ. മഹാരഥന്മാർ അതിലൊന്നും അവര് ഒരു വിധത്തിലുള്ള വീഴ്ചയും വരുത്തിയില്ല. കർമ്മശാസ്ത്ര മേഖലയിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോഴും ആത്മീയ മേഖലയിലേക്കും നമുക്ക് അവർ വിരൽ ചൂണ്ടി തന്നു എന്നുള്ളതാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ തന്നെയാണല്ലോ. അദ്ദേഹം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്തായത്, അദ്ദേഹം ഇബ്രാഹിമിൻ അദ്ദേഹവുമായി കരാറുണ്ടാക്കി ഒരുമിച്ച് ജീവിക്കാം. ഇബ്രാഹിം അത് നേരത്തെ കൊട്ടാരവാസിയായിരുന്നു, പിന്നെ അതൊക്കെ ഒഴിവാക്കി തികഞ്ഞ ആത്മീയതയോടെ ജീവിക്കുവാൻ തയ്യാറായി. മഹാനായ ഇമാം അബൂ ഹനീഫ ആണെങ്കിലോ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു, പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായിരുന്നു. പക്ഷേ ഇബ്രാഹിം അതുമായി അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സ്നേഹം കൂടുന്നത് എന്ന് പലർക്കും സംശയമായി. അപ്പൊ ആ സൗഹൃദത്തിന്റെ കാരണം എന്തായിരുന്നു? പണ്ഡിതശ്രേഷ്ഠനായിരുന്ന ഇമാം അബൂ ഹനീഫ ആത്മീയ വിശ്രുതിയിൽ ജീവിതത്തെ നിർവചിച്ച ഇബ്രാഹിം അതുമായി വളരെയേറെ ബഹുമാനത്തോടെയുള്ള ഒരു സ്നേഹബന്ധമാണ് അവര് കാത്തു സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ഇൽമും തസവുഫും ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള പണ്ഡിത ദർശനം, അത് തന്നെയാണ് ലോകത്തെ അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. അബൂ ഹനീഫ ഇമാമിനോട് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത്ര വലിയ ഇൽമുണ്ടായിട്ട് എന്തിനാ സൂഫി മശായിഖന്മാരോട് ബന്ധപ്പെടുന്നത്? അതാ മറുപടി പറഞ്ഞു, ലൗലസനത്താൻ ലഹലകൻ നുഅ്മാൻ. എൻ്റെ 2 വർഷം ജഅഫർ സ്വാദിഖ് തങ്ങളോടുള്ള അതുപോലെയുള്ള സൂഫി മഹാന്മാരോട് ഞാൻ ഒരുമിച്ച് കൂടിയ ആ 2 വർഷം എനിക്കില്ലാതെ പോയിരുന്നുവെങ്കിൽ ഞാൻ നശിക്കുമായിരുന്നു എന്നാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. വളരെ കൃത്യമായി പഠിക്കണം. ചിലർ മനസ്സിലാക്കിയത് ഇത് നമ്മളെ മാറ്ററാണ് എന്നാണ്. എന്നാൽ നമ്മൾ ഈ ആദർശ മുന്നേറ്റത്തിലും നമ്മളെ മജ്‌ലിസിലും മാത്രം പറയുന്ന എന്തോ ഒരു സംഭവമാണ്. ഇതല്ല, ഇത് ലോകത്ത് അഹ്ലുസുന്ന പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ശംസുൽ ഉലമ പഠിപ്പിച്ച ആശയമാണ്. അതാണ് ശംസുൽ ഉലമയുടെ കറാമത്തായി സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുഖ്യപ്രഭാഷണത്തിൽ ഇത് ഇടം പിടിച്ചത്. ഇത് മാത്രമേ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ല. അബൂ ഹനീഫ ഇമാമിനെ ഉദാഹരിച്ച് പിന്നീട് പോകുന്നത് ഇമാം മാലിക്കിലേക്കാണ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് തങ്ങളുടെ പ്രസ്താവന കൊണ്ടുവരികയാണ്, മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ. ഒരാൾ കർമ്മശാസ്ത്രം പഠിച്ചു, അദ്ദേഹം തസവ്വുഫ് ഉൾക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ശൈഖിനെ കണ്ട് ശൈഖിനോട് ബന്ധമായില്ല എങ്കിൽ ഫഖദ് തഫസ്സഖ, അവൻ തെമ്മാടിയാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ പ്രസ്താവന നമ്മളെ ദർസിലൊക്കെ അല്ലേ മിഷ്കാത്ത്, അതിൻ്റെ ശറഹുണ്ട് മിർഖാത്ത് മുല്ല അലിയുൽ ഖാരി തങ്ങളുടെ, അതിലുണ്ടത്. ശരിക്കും നോക്കിയാൽ കാണാ, അതും തങ്ങളവറുകൾ തന്നെ പറയട്ടെ. തന്നെയാണ് ലോകത്തെ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹവും മുഅത്ത പോലെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ വിരചിച്ച ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ചുരുക്കി പറഞ്ഞാൽ കേവലം തസവുഫിന്റെ ജ്ഞാനം ഇല്ലാതെ ഫിഖ്ഹിന്റെ ഹുക്മുകൾ മാത്രം അറിയുന്നവർക്ക് അത് പോരാ എന്നുള്ളതാണ്. എന്നതുപോലെ തന്നെ ഫിഖ്ഹിന്റെ ഹുക്മുകൾ അറിയാതെ തസവുഫിന്റെ ജ്ഞാനം മാത്രമുള്ളവർ അതും പോരാ എന്നുള്ളതാണ്. അപ്പോൾ ഫഖീഹായിരിക്കണം, അതോടൊപ്പം തന്നെ സൂഫിയുമായിരിക്കണം എന്നുള്ള ദർശനങ്ങളാണ് ആ പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ നമുക്ക് നൽകിയത്. അതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന.
ഒരാള് ഫിഖ് പഠിക്കുന്നു, കിതാബ് ഓതുന്നു, തസവുഫുമായി ബന്ധമല്ല എന്ന് പറഞ്ഞാൽ മശായിഖുമായി ബന്ധമല്ല. തസവുഫ് പറഞ്ഞ അങ്ങനെ ഓതി പഠിക്കണതാണല്ല, അതിൻ്റെ ആളെടുത്ത് പോയി സ്വീകരിക്കല. അതില്ല എങ്കിൽ ഓൻ ഫാസിക്കാണ്. സൂഫിയാവുമ്പോൾ ഓൽക്ക് പിന്നെ വിവരങ്ങളൊക്കെ അള്ള കൊടുക്കും, അതിന് ദർസിൽ പോകേണ്ട ആവശ്യം ഓൽക്കില്ല. അതാണല്ലോ മഹാന്മാരായ ആളുകളൊക്കെ ഉമ്മിയായ മശായിഖന്മാരെ പോയി സ്വീകരിച്ചത്. ഓരോരുത്തർ രണ്ടുമുണ്ട്, എല്ലാമുണ്ട്. ഇത് രണ്ടുമുള്ള മശായിഖിനെ പിടിച്ചാൽ അവനാണ് ഹഖായിഖ് അറിയുന്ന ആളുകൾ. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രസംഗത്തിന്റെ ഏത് ഗൗരവത്തിൽ ആലോചിക്കണം. ഞങ്ങൾ 2013 മുതൽ എല്ലാ സ്റ്റേജുകളിലും എല്ലാ ഉലമാഇനോട് പ്രത്യേകിച്ചും മുതഅല്ലിമീങ്ങളോടും ഉസ്താദിന്റെ വഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മശായിഖിനെ പിന്തുടരണം, വെറും കിതാബോദിയ ഉലമ ആകല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇമാം അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രത്തിലൂടെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലൂടെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞില്ല, പിന്നെ തങ്ങൾ നേരെ പോയത് ഇമാം ഷാഫിഈയിലേക്കാണ്. പഠിപ്പിക്കുന്നതാണ്, മുഖ്യപ്രഭാഷണമാണല്ലോ. ഒരു രക്ഷയില്ല, അത് കേൾക്കല്ലാതെ എന്നോട് ചീത്ത പറയുന്നുണ്ട്, ഇതെന്താ എങ്ങനെ ആയി എന്നോട് ചോദിക്കണം. അവിടെ തന്നെയല്ലേ പറയണ്ടേ? അവിടെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച ആളാ ഉസ്താദ്. ആ ഉസ്താദിന്റെ ഒരു നോട്ടം ഉണ്ടാവുമ്പോൾ അതിങ്ങനെ വരും, വ്യക്തമാണല്ലോ അതിലൂടെ. ഷാഫി ഇമാമിനെ മുമ്പ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഷാഫി ഇമാം എത്ര വലിയ ആലിമായിരുന്നു നമുക്ക് പറയേണ്ടതുണ്ടോ? ആ ഷാഫി ഇമാം എവിടെയായിരുന്നു പോയിരുന്നത്? ശൈബാനുർ റാഇ തങ്ങളുടെ സമീപത്ത്. ആ പേര് വരെ പറയുന്നുണ്ട്. ശൈബാനുർ റാഇ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് എന്നപ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നത്? അപ്പൊ ഷാഫി ഇമാം മറുപടി പറഞ്ഞു, അവരാണ് അമ്പിയാക്കളുടെ വാരിഥീങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ പോയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു വിശദീകരണം പോലും ആവശ്യമില്ല. ശംസുൽ ഉലമയുടെ ഇടപെടലുകൾ എത്ര, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിഞ്ഞ് 100 അല്ല 200 സമ്മേളനം നടത്തിയാലും സ്വാദിഖ് അലി തങ്ങൾ നടത്തിയ ഈ പ്രഭാഷണത്തിന്റെ ഒരു 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 ഭാഷ അല്ലെങ്കിൽ ഒരു ലഫ്ള് പറയാൻ നിങ്ങൾക്കാവോ? സമസ്ത ഉസ്താദിന്റെ വഴിയിൽ ഏതാന്ന് ഇത് തന്നെ പോരെ തെളിവ്. ഞങ്ങൾ ആ ആദർശത്തിന്റെ കൂടെയാണെന്നും, ശംസുൽ ഉലമയുടെ ആദർശത്തിന്റെ കൂടെ. പറയട്ടെ, സ്വാദിഖ് അലി തങ്ങൾ തുടരുകയാണ്. ദാർശനികന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഷാഫി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഷൈബാനുർ റായിയുടെ സദസ്സിൽ വന്നിരിക്കുമായിരുന്നു. മഹാപണ്ഡിതനായ ഇമാം ഷാഫി. അദ്ദേഹത്തോട് പലരും ചോദിക്കും, എന്തിനാ ഷൈബാനുർ റായിയുടെ സദസ്സിൽ അങ്ങ് പോയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഹദാ മിൻ വറസത്തിൽ അംബിയ, ഇദ്ദേഹം അമ്പിയാക്കളുടെ പരമ്പരയിൽപ്പെടുന്നു. അതായത് അനന്തരാവകാശം. ഉലമാക്കൾ വറസത്തുൽ അംബിയ പറയുന്നുണ്ടല്ലോ. എന്നതുപോലെ തന്നെ സൂഫിയായ ഷൈബാനുർ റായിയും അമ്പിയാക്കളുടെ അനന്തരാവകാശിയായിട്ടാണ് മഹാനവർകൾ പറഞ്ഞത്. കുൻ ഫഖീഹൻ വസൂഫിയൻ വലാ തകുൻ വാഹിദ എന്നും ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയും. നിങ്ങൾ ഫഖീഹാവുക, പണ്ഡിതനാവുക, ഒപ്പം സൂഫിയുമാവുക, വലാ തകുൻ വാഹിദ, ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡിത്യത്തെ നിർവചിച്ചു. ആ പാണ്ഡിത്യത്തിൻ്റെയും തസവുഫിൻ്റെയും മാർഗത്തിലൂടെ സമൂഹം നയിക്കുന്ന പണ്ഡിതന്മാരെയൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി. അതാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴി. 100ാം വാർഷികത്തിന്റെ മുഖ്യപ്രഭാഷണമെന്ന് മറക്കണ്ട. അതേ സംഭവമാണ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. കാനൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു യജ്ലിസു ബൈന യദൈ ശൈബാനിർ റാഇ കമാ യഖഉദു സബിയ്യു ഫിൽ മക്തബ്. എന്താണ് ആ പറഞ്ഞത്? ഇമാം ഷാഫി എന്ന വലിയ കർമ്മശാസ്ത്ര പണ്ഡിതൻ അവരായിരുന്നു ശൈബാനുർ റാഇ തങ്ങളെ മുന്നിലിരിക്കും. പഠിക്കണം അവിടെ. ആരാ ശൈബാനുർ റാഇ? റായി എന്ന് പറഞ്ഞാൽ എന്താ? ആടിനെ നോക്കുന്ന ആളുന്നാ. ശൈബാൻ തങ്ങൾ മുദർരിസല്ല, ഫിഖ്ഹിന്റെ ഒരു കിതാബ് ഓതിയിട്ടില്ല. എന്നാ ശൈബാനുർ റാഇ തങ്ങൾക്ക് അറിയാത്തൊന്നുമില്ല. ഷാഫി ഇമാമിനോട് ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? മറുപടി എന്താ? അവരാണ് വറസത്തുൽ ഉലമാ, വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ യഥാർത്ഥ വാരിധീങ്ങൾ. ശൈബാനുർ റാഇ തങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്നത് ഉസ്താദിന്റെയും അസ്ഹാബുൽ വക്തുകളായ മശായിഖന്മാരുടെയും കറാമത്താണ് എന്നത് മറക്കണ്ട. കഴിഞ്ഞിട്ടില്ല.
പിന്നെ കേരളത്തിലേക്ക് വരികയാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. അത് മാത്രമായിരുന്നു ഇന്നലത്തെ വിഷയം. നല്ലൊരു പ്രസംഗം കേട്ടതും അതിലൂടെ ആയിരുന്നു. പിന്നെ അവർ പോകുന്നത് ഉമർ ഖാലിയിലേക്കാണ്. ഉമർ ഖാലി വലിയ പണ്ഡിതനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഉമർ ഖാലിയുടെ പാണ്ഡിത്യം അത് അതിൻ്റെ മികവിലേക്ക് എത്തിയത് 17-ാം വയസ്സിൽ കേരളത്തിലെത്തിയ ഖുതുബുസ്സമാൻ മൗലദ് ദബീല സയ്യിദ് അലവി തങ്ങളുമായുള്ള ബന്ധത്തിലൂടെയായിരുന്നു. അത് തീർത്തു പറയാൻ. പിന്നെ ഇ കെ ഉസ്താദിലേക്ക് കടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും സംവിധാനം ആളൊക്കെ വന്നപ്പോൾ ഇനി നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യം പോലുമില്ല. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം തന്നെ ആവർത്തിച്ച് കേട്ടാൽ ഞങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഇ കെ ഉസ്താദും ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ അടക്കമുള്ള അന്നത്തെ സൂഫിയാക്കളുമായുള്ള ബന്ധം സയ്യിദ് അവറുകൾ എടുത്തു പറയുകയാണ്. ആ ഭാഗം കൂടി കേൾക്കാം. എല്ലാ ഇമാമുമാരും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ആ പാരമ്പര്യം തന്നെയാണ് കേരളത്തിൽ വന്നാലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. 17-ാം വയസ്സിൽ തന്നെ ഉത്മാനിയത്ത് പ്രകടിപ്പിച്ച മമ്പ്രം തങ്ങളെ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. ഉമർ ഖാദി ഉന്നത പണ്ഡിതനായിരുന്നു, സൂഫിയായിരുന്ന തങ്ങളുമായിട്ട് വലിയ ബന്ധം അദ്ദേഹം പ്രകടിപ്പിച്ചു. ചാപ്പനാടി ബാപ്പുസ്ലിയാരും സമാദരണീയരായ ശംസുൽ ഉലമയും ഒക്കെ കാത്തുസൂക്ഷിച്ചതും അത്തരത്തിലുള്ള ബന്ധങ്ങളാണ്. ഇങ്ങനെ തസൂഫിൻ്റെയും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെയും, അത് രണ്ടും മനുഷ്യന് ആവശ്യമാണ്. കർമ്മശാസ്ത്രം ജീവിതത്തെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ, തസൂഫ് ജീവിതത്തെ വ്യക്തമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുവാൻ. ഈ പാഠങ്ങളിലൂടെ നമുക്ക് നമ്മെ പഠിപ്പിച്ച പാരമ്പര്യമുള്ള സൂഫിവര്യന്മാരുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ആ മഹനീയമായിട്ടുള്ള ചരിത്ര പാരമ്പര്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട് ഉള്ളത്. അത് 100 വർഷങ്ങൾക്ക് ശേഷം അത് കൂടുതൽ തിളക്കത്തോടെ തന്നെ നിലനിൽക്കണം. അതിന് കാലഘട്ടത്തിലെ മശായിഖുമായി ബന്ധം സ്ഥാപിച്ചോളണം. അതാ പറഞ്ഞിരുന്നത്. ഉമർ ഖാദി ഫിഖ് മാത്രം പഠിച്ച് രക്ഷപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഖാദി മുഹമ്മദ് തങ്ങൾ, മഹാനായ ശംസുൽ ഉലമ. അപ്പൊ നോക്കൂ നിങ്ങൾ, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നൊന്ന് അളന്നോക്കി. എന്താ ബിസിനസ്മാൻ പറഞ്ഞത്? പുതിയൊരു ഇബ്നു അബ്ദുൽ വഹാബായി വന്നിട്ട് എന്താ അയാൾ ലോകത്തോട് പറഞ്ഞത്? ഏകാംഗ മശായിഖിന്റെ കാലം കഴിഞ്ഞു, ഞങ്ങളെ ശിഷ്യന്മാർക്ക് ഞങ്ങൾ തന്നെയാണ് ശൈഖ്, ഞങ്ങൾ അത്തിബാഉൽ ഖുലൂബാണ്, ഞങ്ങൾക്ക് വേറെ മശായിഖന്മാർ വേണ്ട. ഈ വാദം അഹ്ലുസുന്നയുടേതല്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ച ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകൾ അവരുടെ ആശയം 100-ാം വാർഷികത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിലൂടെ ലോകർക്ക് സമർപ്പിക്കുകയാണ് ഉണ്ടായത്.